ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കോട്ടാരയിൽ ക്രീമിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ ഈ ഒരു കോട്ടാരയിൽ ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കോട്ടാരയിൽ ക്രീമിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് യൂറിയ എന്ന് പറയുന്നത്. യൂറിയ മാത്രമല്ല, ഇതിൽ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈസിൻ ഒക്കെ വരുന്നുണ്ട്. യൂറിയ എന്ന് പറയുന്നത് ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ വാട്ടറിനെ അട്രാക്ട് ചെയ്ത് മോയ്സ്ചർ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇതൊരു കെരാറ്റോലിറ്റിക് ഏജന്റ് ആണ്. എന്ന് വെച്ചാൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആകാനും സ്കിന്നെ സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ബ്രൈറ്റൻ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ജെന്റൽ എക്സ്ഫോളിയന്റ് ആണ്, കൂടാതെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. പിന്നെ ഗ്ലൈസിൻ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കാനും സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു കോട്ടാരയിൽ യൂറിയ ക്രീം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കൽ മോയ്സ്ചറൈസർ ആണ്. കൂടുതലായിട്ടും ഡ്രൈ സ്കിന്ന്, എക്സീമ, പിന്നെ മറ്റുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ യൂറിയ ആണ്. ഇനി ഒരു ക്രീമിന്റെ ബെനിഫിറ്റ്സ് പറയാം. യൂറിയ ക്രീം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ റഫ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നൊക്കെ സോഫ്റ്റൻ ആകാനും സ്മൂത്തൻ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ജെന്റ്ലി റിമൂവ് ആകാനും സ്കിന്നെ ബ്രൈറ്റൻ ആകാനും റേഡിയന്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു യൂറിയ ക്രീം നമ്മുടെ സ്കിന്നിന് മേലെ ഒരു ബാരിയറായി ഫോം ചെയ്ത് ഈ എൻവയോൺമെന്റൽ സ്ട്രെസ്സസ്, ഇറിറ്റൻസ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിൻ്റെയൊക്കെ അപ്പിയറൻസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് ഈ ഒരു കോട്ടാരയിൽ യൂറിയ ക്രീം ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, ക്രാക്ക്ഡ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിയ ക്രീം അപ്ലൈ ചെയ്യാം. അത് നിങ്ങളുടെ സ്കിന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്ത് അതൊന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മുഖത്തേക്കൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മൈനർ ബേൺസ്, കട്ട്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യൂറിയ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അതൊന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു യൂറിയ ക്രീം ഫുഡ് കെയറിന് യൂസ് ചെയ്യാവുന്നതാണ്. കാലുകളിലെ റഫ് സ്കിന്ന്, ക്രാക്കഡ് ഹീൽസ് ഒക്കെ ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്മൂത്തനാകാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂറിയ ക്രീം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ചിലവരിൽ ആങ്കിൾസ് ഒക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കും, തിക്കൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് സോഫ്റ്റനാകാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂറിയ ക്രീം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് ഹാൻഡ് കെയർ ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ആയിട്ടുള്ള കൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള നക്കിൾസ്, എൽബോ ഇതൊക്കെ ഈ ഒരു കളർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. ഇനി ഈ ഒരു ക്രീം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. നമുക്കിത് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയാണ് എഫക്റ്റഡ് ഏരിയ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് എടുത്തിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അബ്സോർബ് ആവുന്ന വരെ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുളി കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നനവോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. പിന്നെ പറയാനുള്ളത്, ഇത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഉപയോഗിക്കരുത്. അഥവാ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിരിക്കണം. കോട്ടാരയിൽ യൂറിയ ക്രീം നമുക്ക് ഓൺലൈനിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.